നമ്മുടെ ഷുവർ ഷോർട്ട് സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മോസ്റ്റ്ലി നിങ്ങളുടെ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. എന്താണ്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് നമുക്കറിയാം പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ എന്താണ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവരാണ്, അത് ജോലി ചെയ്യുന്നവരായിരിക്കും, ഏതെങ്കിലും കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പാരൻസും ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം ചില ആൾക്കാർ എന്താണ് പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പോൾ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ആരെയാണ്? ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇവിടെ കാണുന്നത് പോലെ ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് പ്രൊഫഷണൽസ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർ അവരുടെ ഡെയിലി മുന്നോട്ടേക്കുള്ള ലൈഫിൽ അവർ ചെയ്യുന്നത് ബിസിനസ് ആയിരിക്കും, മേ ബി അല്ലേ, അവരൊരു ബിസിനസ് നടത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? ആക്ച്വലി എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ ആൻഡ് എന്താണ് എംപ്ലോയ്മെൻറ്റ്, ഇതിനെ പരസ്പരം ഡിഫറെൻ്റ് ആക്കുന്ന പോയിന്റ്സ് എന്തൊക്കെ എന്നുള്ളത് നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. ആദ്യം ഇവിടെ പറയുന്നത് ബിസിനസ് എന്നുള്ളതാണ്. ബിസിനസ് എന്താണ്? ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ഓൺടർപ്രണർ ആണ്. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡിസൈഡ് ദാറ്റ്. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതേസമയം നമ്മൾ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം തോന്നിയാൽ ഇന്ന് തീരുമാനിച്ച് നാളെ എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നാളെ അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്ത് വേണം? ഒരു മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി വേണം. അതായത് ഇപ്പം എനിക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ എന്താണ്, നമുക്കറിയാം ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ഒഫീഷ്യലി ഒരു പ്രൊഫഷണൽ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ടീച്ചേഴ്സിനെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ബോഡി ഉണ്ട്. എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയുടെ എന്ത് വേണം? മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതേസമയം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരെനിക്കൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തരും, അല്ലേ, അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരും, നിങ്ങളിവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മൾ എന്താവുകയാണ്? ഒരു എംപ്ലോയി ആയി മാറുകയാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോഴാണ്. പ്രൊഫഷൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കിടക്കുന്ന എപ്പോഴാണ്? നമ്മളൊരു പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുമ്പോഴാണ്. ബിസിനസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബൈ ആർ ഡിസിഷൻ. പിന്നെ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബിസിനസ്സിൽ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എന്താണോ ബിസിനസ് അതിനനുസരിച്ചിട്ടുള്ള പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാവും. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് റെൻറ്ററിങ് സർവീസസ് ആണ്. ഒരു ഡോക്ടർ നിങ്ങളെടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് മെഡിക്കൽ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ജോബ് അസൈൻഡ് ബൈ ദി എംപ്ലോയർ. അതായത് നമ്മളെടുത്തപ്പോൾ ഞാൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കയറിയാൽ അവിടെയുള്ള എൻ്റെ എംപ്ലോയർ എനിക്ക് തരുന്ന വർക്ക് എന്താണോ അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു പറഞ്ഞ വർക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പാസ്സാവണം അല്ലെങ്കിൽ PG എടുക്കണം എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യം ബിസിനസ്സിൽ വരുന്നില്ല. അതേസമയം എന്തുണ്ട്? നിങ്ങൾക്ക് പ്രൊഫഷണൽ വരുമ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് തന്നെ വേണം. ഇപ്പം നമുക്കറിയാം MBBS കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ MBBS പോലുള്ള കോഴ്സസ് പാസ്സായാൽ മാത്രമേ, MBBS ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അവിടെ മസ്റ്റാണ്. ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമില്ല. പിന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ജോബാണ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ടീച്ചിങ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ടീച്ചിങ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എനിക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ ഇനിയിപ്പം അതർ വർക്ക്സ് ചെയ്യുകയാണ്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് എനിക്ക് അവിടെ ഉണ്ടാവേണ്ടത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എങ്ങനെ വലിയ ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതിന് വലിയ എമൗണ്ട് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, ചെറുതാണെങ്കിൽ ചെറുത് എന്നുള്ള രീതിയിൽ നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇവിടേക്ക് പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് വരുന്നില്ല. ഇപ്പോൾ MBBS ചെയ്യണമെങ്കിൽ ആ MBBS ചെയ്യാനുള്ള അതിൻ്റെ ഫീ കാര്യങ്ങൾ അങ്ങനെയുള്ള എമൗണ്ടേ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ, അത് ലിമിറ്റഡ് ആണ്. എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ നോ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷനിൽ വരുമ്പോൾ ഇപ്പോൾ MBBS ചെയ്താലേ ആ ഫീ ഒക്കെ അടച്ച് അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. ആ മെമ്പർഷിപ്പ് കിട്ടാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. പക്ഷേ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും ഫൈനലി എംപ്ലോയ്മെൻറ്റ് നമുക്ക് ഏത് കമ്പനിയിലാണോ നമ്മൾ ജോലിക്ക് കയറുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ കാലിബർ അനുസരിച്ചൊക്കെയാണ്. അതിനായിട്ടൊരു പ്രത്യേകിച്ച് നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്? അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇല്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഹൈ റിസ്ക് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് സക്സസ്ഫുൾ ആയാലേ നമുക്ക് അതിനുള്ള റിട്ടേൺ കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവേ റിസ്ക് കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ, ഇപ്പോൾ ഒരു ഡോക്ടർ ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് അവർ റെസ്പോൺസിബിൾ ആയി മാറും, അതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ടായാൽ. പക്ഷേങ്കിൽ എന്നാലും ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് കുറവാണ്. ദെൻ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് ഒട്ടും റിസ്ക് ഇല്ല. നമ്മൾ എംപ്ലോയറെ നമ്മളെടുത്ത് പറയുന്നു, നമ്മൾ ആ വർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ സ്വന്തമായിട്ട് കുറേ കാശ് ചിലവാക്കി ഒരു കാര്യം നടത്തുമോ? ഒന്നുമല്ല. നമുക്ക് തരുന്ന വർക്ക് നമ്മൾ ചെയ്യുന്നു, അതിനുള്ള പേയ്മെൻറ്റ് മേടിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ട്രാൻസ്ഫർ ആണ്. അത് ബിസിനസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് എനിക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഈ പറയുന്ന പ്രൊഫഷൻ നമുക്ക് അങ്ങനെ പോസിബിൾ ആണോ? അല്ല. ഞാനൊരു ഡോക്ടറാണ്, മറ്റൊരാളെ ഞാൻ വിളിച്ചിട്ട്, എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചാൽ ഇനി കുറച്ച് കാലം നീ ഡോക്ടറായിട്ട് ഇവിടെ നിന്ന് ജോലി നോക്കൂ, ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നോക്കൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റും എന്താണ്, ട്രാൻസ്ഫറബിൾ അല്ല. നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നോ കോഡ് ഓഫ് കണ്ടക്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഒന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് ദർ ആർ സെവറൽ കോഡ് ഓഫ് കണ്ടക്ട്. അത് ഈ പ്രൊഫഷണൽ ബോഡി അസൈൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഡോക്ടറിൻ്റെ എത്തിക്സ് എങ്ങനെയായിരിക്കണം, ഒരു ഡോക്ടർ ഏത് രീതിയിൽ അവരുടെ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് പ്രൊഫഷനിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രൊഫഷണൽ ബോഡിക്ക് പകരം എംപ്ലോയർ ആണ് അല്ലേ. ഇപ്പോൾ ഒരു നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ എംപ്ലോയർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളടുത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരുന്നത് എംപ്ലോയർ ആണ്. അപ്പോൾ എംപ്ലോയർ പറയുന്നതിനനുസരിച്ചാണ് എന്ത് എംപ്ലോയ്മെൻറ്റിലേക്ക് വരുമ്പോൾ കോഡ് ഓഫ് കണ്ടക്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ആരും ഇത് ഒട്ടും തന്നെ മിസ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടിട്ട് നല്ലപോലെ ഇരുന്ന് പഠിക്കാം. Okay, so all the best. Thank you.